പപ്പയും അമ്മയും ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ഉള്ള ദിവസമാണ്. അവർക്ക് ഞങ്ങളുടെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. പ്രതികാലം നമ്മുടെ ഭാരതം ഇന്ന് 79ാമത്തെ സ്വാതന്ത്ര്യദിനം ഇന്ന് ആഘോഷിക്കുകയാണ്. 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എനിക്കിപ്പോൾ 29 വയസ്സായി. അതിനു മുമ്പ് ഒരു 50 വർഷം, ഒരു 22 വർഷം കഴിഞ്ഞ് ഏകദേശം 100 വർഷം, ഒരു നൂറ്റാണ്ടിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. പ്രതികാല ഞാനും അഭിമാനം കൊള്ളുന്ന ഒരു ഭാരതീയൻ എന്ന നിലയിൽ പ്രതികാല എന്തുകൊണ്ട് 1947 മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു? പ്രതികാല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കൂട്ടിലകപ്പെട്ട ഒരു കിളി. ആ കൂട്ടിലകപ്പെട്ട കിളിക്ക് കൂടൊരു ജയിലാണ്, എന്നാൽ കാണുന്നത് നമുക്കൊരു വിനോദമാണ്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഒരു ഭാരതീയൻ എന്ന നിലയിലെ അവസ്ഥ. ബ്രിട്ടീഷുകാർക്ക് നമ്മളൊരു കൗതുക വസ്തുവായിരുന്നു. എന്നാൽ ആ ബ്രിട്ടീഷുകാരുടെ ഓരോ പ്രശ്നങ്ങളും അവരുടെ അടിച്ചമർത്തൽപ്പെടപ്പെട്ട നമ്മുടെ ഭാരതീയരായ ഓരോ ആളുകൾക്കെല്ലാം ഈ നാടൊരു ജയിൽ തന്നെയായിരുന്നു. അതിൽ നിന്നൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടിയത്. പ്രതികാല അത് 79ാമത്തെ വർഷത്തിൽ നമ്മൾ ആചരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. പ്രതികാല അത് നമ്മുടെ ക്രിസ്തുവിൻ്റെ, നമ്മൾ ആത്മീയഗോളത്തിലായിരിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും? സ്വാതന്ത്ര്യത്തെ പറ്റിയല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക. നല്ലൊരു വാക്യം വായിക്കാം. യോഹന്നാൻ 8:36. എല്ലാവരും എടുക്കണമെന്നില്ല, ഞാൻ വാക്യം ആഗ്രഹിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആരാണ് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയത്? കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രതികാല 2024 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് കാൽവരി കുരിശിൽ മരിച്ചു. അപ്പോഴാണ് നമ്മൾ ശരിക്കും സ്വതന്ത്രരായത്. ഈ സത്യം അറിയാതെ പോകുന്ന പല വ്യക്തികൾ നമ്മുടെ നാടുകളുണ്ട്. അവരോട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ അവരുടെ ഇടയിലേക്ക് ആ രക്ഷയുടെ സന്ദേശം അയക്കുന്നത് അല്ലെങ്കിൽ പറയേണ്ടത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ഒരു കടമയാണ്. പ്രതികാല ക്രൈസ്റ്റ് അംബാസഡേഴ്സിൻ്റെ രീതിയിലുള്ള വളരെയധികം സുവിശേഷ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ അടുത്തൊക്കെ വന്നിട്ട് DYFIയുടെ ചെറുപ്പക്കാർ വന്നിട്ട് ചോദിക്കാറുണ്ട്, പൊതിച്ചോറ് വിതരണം, ലഘുഭക്ഷണ വിതരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ക്രൈസ്റ്റ് അംബാസഡേഴ്സ് കഴിഞ്ഞ വർഷം മുതൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. പ്രതികാലം നമ്മുടെ സെക്ഷനിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല, എന്നാലും തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം.